ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത ചെറിയ മാങ്ങയാണ് എടുക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ കഴുകി തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഈ മാങ്ങയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതും ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും നിങ്ങൾക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് പകുതി വേഗമാകുമ്പോൾ അല്പം പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം. ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം. അരപ്പിനായിട്ട് 1/2 കപ്പ് തേങ്ങായും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 5-6 കുരുമുളകും അല്പം വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ വെന്ത മാങ്ങയിലേക്ക് ഈ അരപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം 1 കപ്പ് തൈര് കൂടി കട്ടയില്ലാതെ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. ഇത് തിളച്ചു പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് താളിച്ചുകൂടി ചേർക്കാം. വെളിച്ചെണ്ണ നിന്ന് ചൂടായി വരുമ്പോൾ കടുകും ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഈ മാങ്ങാക്കൂടിലേക്ക് ചേർക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.